ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ svlog. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ഒന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ വേണ്ടത്. ഇതിനായിട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഒരു 3 പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിങ്ങനെ മടക്കി വെച്ചേക്കുന്ന ആ ഒരു പാടുണ്ടല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യണേ. പിന്നെ നമുക്കറിയാം ടിഷ്യൂ പേപ്പർ എന്ന് പറയുമ്പോൾ അധികം കട്ടിയില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സൂക്ഷിച്ച് തന്നെ ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കീറി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കളർ പേപ്പറോ അല്ലെങ്കിൽ A4 ഷീറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടായാലും നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ അധികം കട്ടിയില്ലാത്ത പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ നിന്നായിട്ട് ഞാൻ 3 പീസാണ് എടുക്കുന്നത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെയായിട്ട് 2.5 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം നമുക്ക് സെയിം അളവിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള 2 പീസ് കൂടി ഞാൻ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണേന്ന് വെച്ചാൽ ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ നമ്മൾ മടക്കിയെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചൊക്കെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കീറിപ്പോവും കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. അതുപോലെ നമ്മുടെ 3 പീസ് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് 3 പീസ് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി 3 പീസ് നമുക്കൊന്ന് കൂട്ടി ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് എടുക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അടുത്തൊരു പീസ് അവിടെ ആയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ 3ാമത്തെ പീസ് ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ത്രെഡ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് നമുക്ക് അതുകൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പീസ് കൂടി ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മടക്കിയെടുത്തപ്പോൾ ആ ഒരു സെൻറ്റർ പോർഷൻ വെച്ചിട്ടൊന്ന് മടക്കിയെടുത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ ആയിട്ട് ഇതുപോലെ കുറച്ച് അധികം ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടി ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നായിട്ട് ഇതുപോലെ 2 കുഞ്ഞൻ സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റാറിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.